ഞങ്ങളൊന്ന് വരാപ്പുഴ മാർക്കറ്റ് വരെ പോവാൻ വേണ്ടി പോവാണ്. എന്താ പാമ്പോ? എത്ര? 200. 200 എല്ലാം കൂടി മേടിക്കാനായിട്ടേ 500 രൂപ നമ്മൾ വണ്ടന്മാര്. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ മീൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചൂരക്കറി എനിക്ക് നല്ല എന്റെ ഫേവറേറ്റ് ഇത് കറിയൊക്കെ നല്ല കറി. നമ്മൾ ഇന്ന് ഇതാണ് വെച്ചാൽ ചിക്കനൊന്നും ഇല്ല, നമ്മൾ ഫിഷ് തന്നെയാണ്. ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. ഞങ്ങളൊന്ന് വരാപ്പുഴ മാർക്കറ്റ് വരെ പോവാൻ വേണ്ടി പോവാണ് കേട്ടോ. വണ്ടി ഓഫായ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. സമയം ഇപ്പൊ 7:15 ആയിട്ടുണ്ടാവും കേട്ടാ. ഞാൻ ഈ ടോർച്ച് ഓഫ് ചെയ്തതാണോ? പൊന്നെ ഞങ്ങളുടെ വഴിയിൽ മൊത്തം പട്ടികളാ. ഭയങ്കര തണുപ്പ്. എന്താണ് മഞ്ഞാലം പോലെ ഉണ്ടല്ല. ഞാൻ ഈ സമയത്തൊന്നും പുറത്തിറങ്ങാറില്ലല്ലോ, അതാണ് നല്ല തണുക്കുന്നുണ്ട് കേട്ടാ. എന്താ പറയാ, അതേ റോട്ടിട്ടുണ്ടാ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് പോവാം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര നേരം എടുക്കും ചെയ്തപ്പോ എത്താൻ? 20 മിനിറ്റ് വേണോ? ആണോ? ഓ മൈ ഗോഡ്. ഇതെന്താ ചങ്ങമ്പുഴ പാർക്കിൽ ഒരുപാട് പേര് നടക്കാൻ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. എനിക്കും വരണോന്നുണ്ട്. നമ്മുടെ ദേവം കുളങ്ങരായി. ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല. കണ്ട കടകളൊക്കെ അടച്ചിട്ട്. സൂത്രം കാണിച്ചു തരാറ്. ഈ ചീര ചേട്ടൻ നല്ല ചീര. ഇതാണ് നമ്മുടെ ദേവി അമ്പലം എവിടെയാണ് കേട്ടാ. ഇതൊക്കെ അതിരാവിലെ നമ്മുടെ ലുലുമാണ് കേട്ടാ. നമ്മൾ പാലം കയറാൻ നമ്മൾ എത്തിയില്ല കേട്ടാ. കുറച്ചും കൂടി ഉള്ളൂ. നമ്മളെ മീൻ കട്ട് ചെയ്യാൻ കൊടുത്തേക്ക. അതും കൂടെ വാങ്ങിട്ടൊന്ന് കറങ്ങാം. പൈസ താൻ പിടിക്ക്, ഞാൻ മീൻ പിടിക്കാം. എനിക്കാണെങ്കിൽ ഇതൊക്കെ എന്ത് മീനാന്നാവാ ചേട്ടൻ പറഞ്ഞു. ഇതെന്താ പാമ്പോ? കണ്ടിട്ട് പേടിയാവും. ഫ്രഷ് മീനാണ്. കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ മേടിക്കാം. പൈസ കൊടുക്കും. അയ്യോ, ഈ നോട്ട് പറ്റൂല. ഇത് വേണ്ട. ഈ 10 രൂപ തന്നുണ്ട്. ഇതാണോടാ മീന്? അതിവിടെ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാവില്ല. നോക്കട. ഇനി എന്താ വാങ്ങ ചേട്ടാ? ചെമ്മീൻ എത്ര? ഇത് എത്ര?
150. ഇതെന്താ വാങ്ങുക ചേട്ടാ? ഇത്ര മതിയാ? ഇത് മേടിക്കണോ? എന്ത് അതിനെത്രയാന്ന് അറിയില്ല. ചോദിച്ചോക്ക്. 300. അരക്കിലോ മേടിക്കാനുണ്ട? അരക്കിലോ മേടിക്കും. എന്നാ 10 രൂപ. പോകാം. ഇതെന്ത് മീനത്? എടീ, ഉണക്കമീൻ മേടിക്കണോ? വേണ്ട ചേട്ടാ, ഇനി പിന്നെ വരുമ്പോ മേടിക്കാം. മേഡം മേടിച്ചോ. ഇനിയിപ്പോ ഞാൻ അടുത്ത പ്രാവശ്യം വരൂലേ? ഇന്ന് മീനുണ്ടല്ലോ. കിലോ 560. 1/4 കിലോ തരുമോ? ഇതെന്ത് മീനാണ്? ഇതെന്ത് മീനാണ്? എത്ര രൂപ? 200. എത്ര? 200. 200. 200. അല്ല, ഇപ്പൊ 200 മേടിച്ചപ്പോ വേറെ മീനൊക്കെ മേടിക്കാൻ നിന്റെ ക്യാഷ് ഉണ്ടാവോ? ഇത് മതി. അത് മതിയാ? സാവിന് വിലയുണ്ട്. ഇതുവല്ലൊക്കെ മേടിക്കണോ? ഉണക്ക തെരണ്ടി. അതൊന്നും വാങ്ങി നമ്മൾ വെക്കാറില്ല ഇതുവരെ. ഇത് എത്രയാണ്? 1/4 കിലോ 90. 1/4 കിലോ 90. എത്രയുണ്ട്? 90 ഇല്ലേ അതില്? ഇല്ല, 60 ഉള്ളൂ. 60 രൂപ എടുക്കാൻ പറ. 60 രൂപയ്ക്ക് എടുക്കോ? എല്ലാ പൈസയും കഴിയും. അതാണ് ഞങ്ങൾ. കേട്ടോ. എന്തൊക്കെ തരം മീനുകളായിരുന്നു. എനിക്കാണെങ്കിൽ മിക്ക മീൻ അറിയാനും പാടില്ല. എല്ലാത്തിന്റെ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടാ. പിന്നെ ചില മീനൊക്കെ ഭയങ്കര ഫ്രഷാ. പിന്നെ ഒരു പാമ്പ് പോലത്തെ ഒരു മീനൊക്കെ ഉണ്ട്. അയ്യോ, എനിക്കത് കണ്ട് പേടിയായി. അങ്ങനെ പിന്നെ ഏതോ ഒരെണ്ണം എനിക്ക് അറിയാത്തത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ മുള്ളില്ല, നടുക്ക് മാത്രമേ മുള്ളുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീനല്ല, അതിന്റെ പേര് മറന്നുപോയി. ആണാ? തിരുതക്കറി ഭയങ്കര ഫേമസ് ആണ്. ആണല്ലേ? അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചൂര വാങ്ങി. നമ്മളെ മാർക്കറ്റിന്റെ ഉള്ളിൽ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പൊ കുറച്ച് മീനൊക്കെ മേടിച്ച് വരും. പിന്നെ ഉണക്കമീൻ മേടിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബഡ്ജറ്റ് കൂടി. അത് എപ്പോഴും ഉള്ളതാ. പിന്നെ പച്ചക്കറി ഒന്നും വാങ്ങിയില്ല. വാങ്ങി തരാന്ന് പറഞ്ഞതായിരുന്നു. ആ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ വീട്ടിൽ പോകണം. എല്ലാം കൂടി മേടിക്കാനായിട്ടേ 500 രൂപ വന്ന് നമ്മള് പണ്ടന്മാര്. ചെയ്തത് എല്ലാം കൂടി ഉണക്കമീനും മീനും ഒക്കെ വാങ്ങാൻ 500 രൂപയാണ്. പിന്നെ എക്സ്ട്രാ കാശ് എടുക്കും. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വീട്ടിൽ പോവാണ്. താക്കോലിന്റെ കാര്യം പറ. വേണ്ട, താക്കോല് വണ്ടിയിൽ വെച്ചിട്ട് പോയി, മറന്നുപോയി എടുക്കാനായിട്ട്. അയ്യോ, വണ്ടി കൊണ്ടാഞ്ഞ് പോയി. എന്നാ ഞാൻ ബോധം കെട്ട് വിടാന്. ഇതിന്റെ ഉള്ളിൽ വെച്ചാലോ ഉണക്കമീൻ? മാറും മൊത്തത്തില്. അപ്പൊ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങള് ബൈക്ക് ഓണല്ല. കണ്ടാ? നിന്റെ ഓണാണ്. ഓണാണോ? ഇതൊക്കെ വെറും തമാശ. അപ്പൊ എന്താണ്, ഞങ്ങൾ പോയി വന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 7:15 കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ എല്ലാ മീനുകളും വാങ്ങി.
7-8 കാലമായപ്പോഴത്തേക്കും ഞങ്ങൾ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞു. പക്ഷെ സേതേട്ടൻ ഭയങ്കര ദുഃഖിതനാണ്. എന്താണ് പറയൂ. സേതേട്ടന് പറ്റിയ പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പറ്റിയ പോലെ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെയാണ്. അവിടെയാണെങ്കിൽ മാർക്കറ്റ് അതല്ല തിരക്കില്ലേ. എനിക്കാണെങ്കിൽ ആ തിരക്ക് എന്നിട്ട് ഞാൻ എന്ത് മീൻ വാങ്ങും. അതുമല്ല ഏതൊക്കെ മീൻ എനിക്ക് ആകെ അറിയണ ചാള, അയില, ചെമ്മീൻ, കിളിമീൻ, ഇതൊക്കെയാണ് എനിക്കറിയാവുന്നത്. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല, എല്ലാം വേറെ വേറെ മീൻ. അയില ഉണ്ടായി ഒരു സ്ഥലത്ത്. പിന്നെ ചാള ഭയങ്കര നീർക്കോലി ചാള പോലത്തെ തോന്നിയില്ല. പിന്നെ എന്റെ ഫേവറേറ്റ് മീൻ അവിടെ കണ്ടു, കിളിമീൻ. പക്ഷെ ഞാൻ വാങ്ങിയില്ല. മാർക്കറ്റിൽ പോയി മേടിക്കാനായിട്ട് ഒരു സ്കില്ല് വേണം. അതെനിക്കുണ്ട്, സത്യമായിട്ടും ഇല്ലാട്ടാ. പിന്നെ സെയ്തനാണ് ഈ പകച്ച് ഇങ്ങനെ നിക്കണേരുന്നു. നമ്മുടെ ചോയ്സാണ് അവിടെ നിന്ന് എന്ത് വാങ്ങണം, എത്ര ബഡ്ജറ്റിൽ വാങ്ങണം എന്നൊക്കെ. അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ ഞെട്ടിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, മാർക്കറ്റിലെ ഒരു ഞെട്ടിയൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് മീനൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് വണ്ടിയിൽ കീ ഇരിക്കണത്. കീ എടുക്കാൻ മറന്നുപോയി, വണ്ടിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങള് ചെയ്യാറില്ല. അത് ആ ടെൻഷൻ കൊണ്ടൊക്കെ, അങ്ങനെ ടെൻഷനല്ലേ എന്ത് എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു. പക്ഷെ ആ വണ്ടിയും കീയും എല്ലാം ഭദ്രമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി സേഫ് ആയിരുന്നു. അറിയില്ല, വല്ലവരും എടുത്തിട്ടൊക്കെ പോകും, പറയാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും ഓടിച്ചു കൊണ്ടായിട്ട് ഉടം വരെ പോയിട്ട് കൊണ്ടുവന്ന് വെച്ചതായിരിക്കും അത്. പക്ഷെ അങ്ങനെ ഇതുവരെ നമ്മൾ അങ്ങനെ കീ അങ്ങനെ വെച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ മീൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതെന്താണ്? ഇതാണ് തിരണ്ടി. ഇതിന് കിലോ 300 രൂപയായിരുന്നു. നമ്മൾ 1/2 കിലോ വാങ്ങിട്ടാ. പിന്നെ ഇത് ചൂര. ഞാൻ ഇരിപ്പ് ശരിയാണ്. ചൂര. ഇത് ചൂരക്കറി എനിക്ക് നല്ല മുളകിട്ട് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതാ കട്ട് ചെയ്ത് തന്നു കേട്ടാ, 30 രൂപ കട്ട് ചെയ്ത് തരാൻ. ഇത് ചെമ്മീനാണ്. ചെമ്മീൻ കാണിക്കണോ? ചെമ്മീൻ എന്താ ഇതുപോലത്തെ കുഞ്ഞ് കണ്ട. നമുക്ക് കറിയിലൊക്കെ ഇട്ടൊക്കെ വെച്ചൂനൊക്കെ കൊടുക്കും. ബാക്കിയൊക്കെ ഭയങ്കര വില, വലിയ മീൻ. പിന്നെ ഇതാണ് മറ്റേ, അയ്യോ ഇതിന്റെ പേര് മറന്നു പോയതൊട്ട്. എന്തായിരുന്നു? തിരുത. തിരുത. ഇതാണ് കേട്ടോ നമ്മൾ പോയിട്ട് വാങ്ങിയേക്കണത്. ഇതെല്ലാം പീസാക്കി തന്നത് അവര്. എന്താ നല്ല മീൻ, നല്ല പീസാട്ടോ. അതേ നോക്കിയേ. ഞാൻ അവരോട് ചോദിച്ചു ഇതിൽ മുള്ളാണോന്നൊക്കെ ചോദിച്ചപ്പോ ഇല്ല, മുള്ളില്ല. മീൻ ഇട്ട് വെക്കണ ബോക്സ് കാലിയ വർഷങ്ങളായിട്ട്. ഇത് എന്താ മാന്തള്. നമ്മള് കിലോ 90 രൂപയാണ്. നമ്മുടെ കയ്യിലാകെ എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോ ബാക്കി 60 രൂപ ഉണ്ടായില്ല. നമ്മൾ 60 രൂപയ്ക്കാണ് മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ മീൻ. ഈ പച്ചമീനേക്കാളും കാണിക്കണം. എല്ലാം അങ്ങനെ കാണിക്കണം. 3 മീനാണ്. 4 കിട്ടി. കണ്ട. നമുക്കിത് വറക്കാം. ഞങ്ങള് വീട്ടിലെ അമ്മ ഇത് കറിയൊക്കെ ഉണ്ടാക്കൂട്ടാ, ഈ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടൊക്കെ. അത് കേട്ടപ്പോ തന്നെ വായിന്ന് വെള്ളം വരും. പിന്നെ സ്രാവ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് മീൻ. കണ്ട. ഇത് എത്ര രൂപയ്ക്ക? 200 രൂപക്കാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. കണ്ടില്ലേ? കാരണം സ്രാവിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. കിലോ എത്ര അവര് പറഞ്ഞത്? 500. അത്രയും വിലയുണ്ട് ഇതിന്. അപ്പൊ നമ്മളിങ്ങനെ 200 രൂപയ്ക്ക് എടുത്ത് കാക്കിലോനാ. ഇത്രയും സംഭവങ്ങളാണ് നമ്മള് വരാപ്പുഴ മാർക്കറ്റിൽ പോയത്. ഇത് ചെമ്മീൻ നമ്മൾ മേടിച്ചേക്കുന്നത് കിലോ 180 രൂപയുടെ ചെമ്മീനാണ്. നമ്മൾ ഒരു 100 രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത്. ഇതിന്റെ കുറച്ച് വലുതുണ്ടായി, പിന്നെ ഓരോ പക്ഷെ നമുക്കിതാണ് ഇഷ്ടം അല്ലേ. ഇതൊക്കെ എന്താ മേടിച്ചേക്കണത്. അപ്പൊ വരാപ്പുഴയിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയേക്കുന്നത്. ഇന്ന് തിരണ്ടി വെച്ചാലാ. അപ്പൊ ഈ തിരുതയും ചൂരയും നമ്മളവിടെ വെട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പിടിന്ന് തന്നെ അവര് വെട്ടി തന്നു.
അപ്പൊ ഇത് രണ്ടും കൂടി വെട്ടാൻ അവര് വാങ്ങിയത് 30 രൂപയാണ് കേട്ടാ. അപ്പൊ അവിടെ ചെന്ന സുഖമാണ്. മാർക്കറ്റിൽ നിന്ന് ഇതാന്ന് പറയുമ്പോഴത്തേക്കും വെട്ടുന്ന ആൾക്കാർ മീൻ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത മീൻ നോക്കുമ്പോൾ തന്നെ അവര് വേഗം കട്ട് ചെയ്ത് തരും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ മീനും വാങ്ങാം, നമുക്ക് വെട്ടാൻ അറിയാത്തവർക്കും എല്ലാം പിടിപിടിന്ന് കാര്യങ്ങൾ നടക്കും. ബൈ. അപ്പൊ ഞങ്ങള് ചായയും ഇടിയപ്പവും ചൂടെ കഴിക്കട്ടെ. അപ്പൊ നമ്മൾ തിരണ്ടി കറി വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ, കറി വെച്ചതിന് ശേഷം കഴിക്കണത്. അപ്പൊ വേഗം കഴിച്ചിട്ട് വരാട്ടോ, വിശക്കണം. വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെച്ചേക്കണതാ. എന്താ ചൂടാണോ? ആ കുഴപ്പമില്ല. ഇതാ എന്താ നല്ല കറി. നമ്മൾ ഇന്ന് ഇതാണ് വെച്ചത്. ചിക്കനൊന്നും ഇല്ല, നമ്മള് ഫിഷ് തന്നെയാണ് കേട്ടാ. നല്ല കറിയാ തിരണ്ടി. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ടായി. അപ്പൊ അച്ഛനും എന്ത് ചെയ്ത് ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വലിയ പിലോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം ആ ചെമ്മീൻ, നമ്മൾ വാങ്ങിയ ചെറിയ ചെമ്മീനാണ്, അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അച്ഛൻ വാങ്ങിച്ചതാ ഇതുപോലെ. ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ. കണ്ട് ഇത്രയുള്ള ചെമ്മീൻ അച്ഛൻ കൊണ്ടുവന്നു. കൊതിയാണ്. അപ്പൊ ഇത് ഞാൻ ലച്ചുവിന് കൊടുക്കണേ കേട്ടാ. അപ്പൊ ഇന്ന് കൊറേ മീൻ, ഭയങ്കര പനിയായിരുന്നു ഇന്ന്. പിന്നെ അതേ ലച്ചുവിനൊരു എന്താ പറയാ തട്ടിക്കൂട്ട് ചെമ്മീൻ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ റൈസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ചെമ്മീൻ സ്റ്റോക്കിൽ ഉണ്ടാക്കിയാണ്? അല്ല, എന്റെ ചെയ്തിട്ട പിള്ളേരെ പറ്റിക്കണോ? അപ്പൊ ഇതാണ്, നമുക്ക് ഇത്തിരി തൈര് വേണോന്ന് പറയണ്ട, എടുത്തിട്ടുണ്ട് കേട്ടാ. തൈര് കണ്ടിട്ട് പുളിയുള്ള തൈര് ഷോർട്സ് എടുക്കണ്ട. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയ തൈരാട്ടോ. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെങ്കിലും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ കുളിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ നല്ല മീനാറ്റം ഉണ്ട്. പക്ഷെ വിശന്നിട്ട് 1:30 മണി കഴിഞ്ഞു. അല്ല, ഇങ്ങോട്ട് വിശക്കണ എനിക്ക്. ഞാൻ 2 ഇടിയപ്പോലെ ഒന്നുമല്ല. പിന്നെ അപ്പൊ വിശക്കണുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് അപ്പൊ അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇവര് ചെയ്തോണ്ടൊക്കെ ഞാൻ വരാതെ കഴിക്കൂല. അപ്പൊ എനിക്ക് മനസ്സമാധാനത്തിൽ ഒന്ന് കുളിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കഴിഞ്ഞാ ലച്ചിന്റെ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതാണ് റൈസ്, നമ്മുടെ ചോറ്. മതിയാ? തിരണ്ടിക്കറി വേണോ? അല്ല ചെയ്തിട്ട് അതാണല്ലേ. ചെയ്തന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കണം. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവരെല്ലാരും അമ്മയാണിട്ടാ വെച്ചത്. സേതന്റെ അമ്മയാണ് ഇന്ന് തിരണ്ടിക്കറി വെച്ചത്. ഇവിടത്തുകാരെല്ലാം ഇങ്ങനെ തേങ്ങരച്ച വെക്കുള്ളൂ തിരണ്ടി. പക്ഷെ ഞങ്ങള് മറ്റേ മുളക് ജാറില്ലേ ഇങ്ങനെ പറ്റിച്ചു വെക്കണം, അങ്ങനെയാണ് വെക്കാറ്. പക്ഷെ രണ്ടും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ചെമ്മീൻ വേണോ സേതന്? തനിക്ക് പറ്റുമോ? അലർജി അല്ലേ? ഇതെന്റെ ചോറ്. ഒരു ദിവസം തിരണ്ടി അങ്ങനെ തന്നെ മേടിച്ചോണ്ട് വന്നില്ല. സേതു തന്നെയാണോ മേടിച്ചോണ്ട് വന്നത്? ആ, അതിന്റെ വാല് ഭയങ്കര ഇതാണെന്നല്ലേ പറയാ. അച്ചാറ് വേണ്ട. ദേ ഒരു ഉറുമ്പ് പോണതോ. ഇനി നമ്മളെല്ലാം വെട്ടി കഴുകിയൊക്കെ വെച്ചേക്കണോണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ എളുപ്പമായിരിക്കും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. പിടിക്കണം. ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്: തിരണ്ടിക്കറി വറുത്തരച്ച, ഇടിഞ്ചക്ക തോരൻ, ചെമ്മീൻ റോസ്റ്റ്. ഫ്രൈ ആണോ റോസ്റ്റ് ആണോ? ചെമ്മീൻ ഫ്രൈ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യല്. ചെമ്മീൻ റോസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വരാപ്പുഴയിൽ നിന്ന് വാങ്ങിയ മീനൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കൂട്ടിട്ട്